ബാങ്കിങ് അവയർനെസ്സിലെ ഇന്നത്തെ ടോപ്പിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സ്. ചെക്ക് എന്നുള്ളത് നമ്മൾ കേട്ടാണ്. ചെക്ക് CHEQUE എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ RTGS, NEFT, UPI ഒക്കെ ഉള്ളപ്പോഴേക്കും എന്താണ് ചെക്കിൻ്റെ പ്രസക്തി എന്നൊരു സംശയം എല്ലാവർക്കും തോന്നും. എന്തിനാണ് ചെക്കെന്ന് തോന്നുന്നു. നമുക്കെല്ലാം ഇപ്പം ATM കാർഡ് വെച്ചോ മൊബൈലിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ എത്ര വേണോ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പം തന്നെ വിഡ്രോ ചെയ്യാം. അപ്പോൾ എന്തിനാണ് ചെക്ക്? അപ്പോൾ എപ്പോഴും ബാങ്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോത്തീസ് ഉണ്ട്, പോത്തീസ് ടെക്സ്റ്റൈൽസ്, ട്രിവാൻഡ്രം പോത്തീസ് എന്ന് വയ്ക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഈ റോഡിൽ മറ്റേ കോയമ്പത്തൂർന്നോ അല്ലെങ്കിൽ വേറെ ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ക്ലോത്തിങ്സ് അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും കോടിക്കണക്കിന് പൈസ കൊടുത്തപ്പോൾ 1000 പീസ് എടുക്കുന്നു ഇൻറ്റു 4500 രൂപയുടെ സാരി. അപ്പോൾ അതിന് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പെട്ടെന്ന് എപ്പോഴും ആ ക്യാഷ് പേയ്മെൻറ്റ് ഫസ്റ്റിലേക്ക് കൊടുക്കണമെന്നില്ല. അപ്പോൾ അവരതിന് പകരം ഇപ്പോൾ ഈ റോഡുള്ളൊരു ABC ടെക്സ്റ്റൈൽസ് എന്ന് വയ്ക്കും. അപ്പോൾ അവർക്ക് ഈ ചെക്ക് അങ്ങ് കൊടുക്കും. ഒരു കയ്യിരിക്കുന്ന ചെക്ക് കൊടുക്കും. കാരണം ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ജനുവരി ആണ് ഈ മാസമെങ്കിൽ ഒരു മാർച്ചിലെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂങ്കിൽ ആ ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് കൊടുക്കും. അപ്പോൾ അതൊരു ഭയങ്കര അഷുറൻസാണ്. ആർക്കാണ്? മറ്റേ ഈ ടെക്സ്റ്റൈൽസുകാർക്ക്. അപ്പോൾ അതിൻ്റെ ബേസിലാണ്. ഇപ്പോൾ പോത്തീസല്ല ചുമ്മാ പോയി ചോദിച്ചാൽ പോത്തീസ് എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കത്തില്ല. നാളെ എന്തെങ്കിലും ലീഗലായിട്ട് വല്ല ക്യാഷ് കൊടുക്കാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചെക്കിൻ്റെ പേരിൽ അവർക്ക് ഫർദർ ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ പോത്തീസ് ട്രിവാൻഡ്രം മാത്രമല്ലല്ലോ, ഓൾ ഓവർ ഇന്ത്യ അങ്ങനെ ആയിരക്കണക്കിന് ബിസിനസ് ആൾക്കാരുണ്ടാവും. ടെക്സ്റ്റൈൽസ് ആയാലും പെയിൻറ്റിങ്സോ മറ്റേ ഹാർഡ്വെയർസോ മറ്റേ മറിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരെല്ലാം ഇങ്ങനെ ഈ ചെക്ക് അങ്ങനെ ഒരു വലിയ പ്രസക്തിയുണ്ട്. ഈവൻ ചെക്ക് ഇപ്പം വാലിഡിറ്റി ഡേറ്റിൽ ക്യാഷില്ലാതെ മടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇല്ലീഗൽ ആക്ഷൻ എടുത്തിട്ട് ഈവൻ ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാം. അതാണ് അപ്പോൾ ചെക്കിന് വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പോൾ ചെക്ക് പല ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ബാങ്കിൽ പോയിട്ട് ഒരു ATM കാർഡിനെ കൂടെ ഒരു ചെക്ക് ബുക്ക് വന്നു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു ചെക്കാണ്, ഓർഡിനറി ചെക്കാണ്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ക്രോസിങ് ചെക്ക്, ഓർഡിനറി ഉണ്ട്, ക്രോസ്ഡ് ചെക്കുണ്ട്. ക്രോസ് 2 വര വരച്ച് കഴിഞ്ഞാൽ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് 2 വര ലെഫ്റ്റിൽ ഇങ്ങനെ ടോപ്പിൽ വരച്ചാൽ അതിൻ്റെ പേരാണ് ക്രോസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോത്തീസ് ടെക്സ്റ്റൈൽസ് ട്രിവാൻഡ്രം, ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ പേര് എലിസബത്ത്. അപ്പോൾ എലിസബത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ എലിസബത്തിന് മാത്രമേ ആ ചെക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അത് അങ്ങനത്തെ ഒരു അഷുറൻസിനാണ് ആ ഒരു ക്രോസിങ് ചെയ്യുന്നത്. അല്ലാതെ ക്രോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എലിസബത്ത് ഓർ ബെയറർ എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് വേണോ പൈസ മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഓർഡിനറി ചെക്കുണ്ട്, ക്രോസ്ഡ് ചെക്കുണ്ട്. ഈ ക്രോസ്ഡ് ചെക്കിൽ തന്നെ 2 ഐറ്റം ഉണ്ടാവും. ഓർഡിനറി ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. സാധാരണ 2 പേരും വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഓർഡിനറി ക്രോസിങ്. അല്ലാതെ ഈ 2 വര 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് വരച്ചിട്ട് അതിൽ കാനറ ബാങ്ക് എന്നെഴുതിയ ആ കാനറ ബാങ്കിന് മാത്രമേ മാറാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആളിന് ഇപ്പോൾ എലിസബത്ത്, അവർക്ക് ഇവിടെ കാനറ ബാങ്കിൽ അക്കൗണ്ട് കാണണം. അല്ലെങ്കിൽ കാനറ ബാങ്കിൻ്റെ സ്ഥാനത്ത് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അവരുടെ ഏത് ബാങ്കിനാണ് അക്കൗണ്ട് ഉള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് മിസ്സിംഗ് വല്ലതും വന്ന് ചെക്ക് മിസ്സിംഗ് വന്നാൽ ക്രോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ല മോഷ്ടിച്ച ചെക്ക് വേണമെങ്കിലും പൈസ മാറാൻ പറ്റും. അത് ഒഴിവാക്കാനാണ് ക്രോസിങ്. അപ്പോൾ അത് ഓർഡിനറി ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഇന്നും കൂടി ഉണ്ടാവും, ബാങ്കിൻ്റെ പേരും കൂടി കാണും. അതാണ് ഒരു ക്രോസിങ്. പിന്നെ ചെക്കിൻ്റെ വേറൊരു ടൈപ്പാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞ ജനുവരി 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ February 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5th February നിട്ടാൽ അത് പോസ്റ്റ് ഡേറ്റഡ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം മനസ്സിലാക്കണം, ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് 3 months ആണ്. 1/1/2016 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് വരെ ഉള്ളൂ 1/4/2016 അങ്ങനെയാണ് ചെക്കിൻ്റെ വാലിഡിറ്റി. അതിലിട്ടിരിക്കുന്ന ഡേറ്റ് തൊട്ട് 3 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഒരാളിന് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഭാവിയിലൊരു ഡേറ്റ്, ഫ്യൂച്ചർ ഡേറ്റ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഈവൻ ചില ചെക്കുകൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചെക്ക് ചിലപ്പോൾ ഡേറ്റ് പഴയതായിരിക്കും. ഈ 1/1/2016 പകരം 31/12/2015. ഇത് പ്രസൻറ്റ് ഡേറ്റിന് മുമ്പുള്ള ഡേറ്റാണ്. അത് ആൻറ്റി ഡേറ്റഡ് ചെക്കാണ്. ആൻറ്റി ഡേറ്റഡ് ചെക്ക്. പിന്നെ വേറൊരു ചെക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ 3 months കഴിഞ്ഞ് കാണും. ഇപ്പോൾ ഈ 1/1/2016 എന്നുള്ളത് 1/4/2016 ആകുമ്പോഴേക്കും അതിൻ്റെ പീരീഡ് കഴിഞ്ഞു. പിന്നെ ആ ചെക്ക് കൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. പിന്നെ വീണ്ടും 2ാമത് സിഗ്നേച്ചറൊക്കെ മേടിക്കണം. അപ്പോൾ അതിൻ്റെ പേരാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. അപ്പോൾ ആൻറ്റി ഡേറ്റഡ് മീൻസ് ഡേറ്റിന് മുമ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ചെക്കിൻ്റെ പേരാണ് സ്റ്റെയിൽ ചെക്ക്. അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ചെക്സിന് പ്രസക്തിയുണ്ട്. ഈവൻ ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്ക്സിനൊക്കെ ഇപ്പം 2nd and 4th ഹോളിഡേയ്സാണ്, 4 സാറ്റർഡേയ്സാണ് ഹോളിഡേ. 2ാമത്തെയും 4ാമത്തെയും ശനിയാഴ്ചയാണ് ബാങ്കിന് ഹോളിഡേ ആയിട്ട് വരുന്നത്.
അപ്പോൾ അവരിപ്പോൾ സ്ട്രൈക്കിലൊക്കെയാണ് എന്ന് വെച്ചാൽ ബാക്കി സാറ്റർഡേയ്സും കൂടി എന്ത് വേണം, രണ്ടാമത്തെയും നാലാമത്തെയും അല്ലാതെ വരുന്ന സാറ്റർഡേയ്സും കൂടി ബാങ്ക് ഹോളിഡേ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്ഷൻ വരുന്ന ഈ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ ഇന്ത്യ മൊത്തമുള്ള കോയമ്പത്തൂർ ആയാലും ഡൽഹി ആയാലും മുംബൈ ആയാലും അങ്ങനത്തെ വലിയ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെയുള്ള ബിസിനസ്മെന് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്രയും ഡിലേയും അന്ന് 2 ദിവസം ഇല്ലെങ്കിൽ, അപ്പോൾ അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ഇഷ്യൂ. അപ്പോൾ ഇതാണ് ചെക്കിൻ്റെ ഒരു മിനിമം ഐഡിയ. ഓക്കെ.